ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ RP ഫാഷൻ ടെക്. ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ സാരിയാണ് എടുത്തിട്ടുള്ളത്. ജോർജറ്റിൻ്റെ ഒരു സാരി എടുത്തിട്ടുണ്ട്. പിന്നെ 3 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. ക്രേപ്പിൻ്റെ 3 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലൈനിങ് 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എ ലൈൻ കുർത്തിക്ക് നമ്മൾ മാർക്ക് ചെയ്യത്തില്ലേ, അതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ലൈനിങ് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിന് നിങ്ങൾ ലൈനിങ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2.5 മീറ്റർ ലൈനിങ് തന്നെ നമുക്ക് മതിയാവും. അപ്പോൾ ഞാനിതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ താഴ്ന്ന് ഫസ്റ്റ് നമുക്ക് ലെങ്ത് എടുത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത് 48 ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെങ്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഷോൾഡറിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ വിഡ്ത്ത് ഞാൻ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആം ഹോളിൻ്റെ ലെങ്തും എനിക്ക് 7 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നമുക്കിതുപോലെ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റ് വണ്ണം എനിക്ക് 10.5 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഞാനിവിടെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അവിടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമുക്കൊരു 1.5 ഇഞ്ച് കൊടുക്കാം. ഇനി മുകളിൽ നിന്ന് വേസ്റ്റ് ലൈൻ്റെ അതുവരെയുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കവിടെ 14 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 14 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുത്തെ വണ്ണം എനിക്ക് 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് കൊടുക്കാം. ഇനി മുകളിൽ നിന്ന് നമ്മുടെ ഹിപ്പിൻ്റെ അതുവരെയുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്കത് 20.5 ഇഞ്ചാണ് വരുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുത്തെ വണ്ണം 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവിടെയും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തയ്യൽ തുമ്പ് അവിടെ ഹിപ്പിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും 1 ഇഞ്ച് മാത്രം കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ അളവ് തുണിയിൽ നിന്ന് എങ്ങനെയാണ് എടുത്ത് വരയ്ക്കേണ്ടതെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡൗട്ട് ഉള്ളവർ അത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി ഫ്രണ്ട് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. ലെങ്ത് 4.5 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഞാൻ ഒരേ അളവിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇറക്കി ചെയ്യണമെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം. ഇനി ഇതൊരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് റൗണ്ട് ഷേപ്പ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ സ്ലോപ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗമായി. ഇനി നമുക്ക് താഴത്തേക്ക് ഉള്ളത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹിപ്പിൻ്റെ അവിടെ നിന്ന് മാക്സിമം വിട്ട് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം താഴെന്ന് ഒരു 3 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ സാരിയിലും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഫോൾഡ് ചെയ്ത പോലെ തന്നെ 4ആയിട്ട് സാരി ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് സാരി ഇതുപോലെ മടക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ ടോട്ടൽ ലെങ്ത് 48 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതിൽ നിന്നൊരു 10 ഇഞ്ച് കുറച്ച് നമുക്ക് സാരിയിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 ഇഞ്ചിൽ നമുക്ക് സെപ്പറേറ്റ് തുണി കട്ട് ചെയ്തിട്ട് ഞൊറിവ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 10 ഇഞ്ച് കുറച്ച് ഈ ഒരു മെയിൻ തുണിയിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹിപ്പിൻ്റെ അവിടുന്ന് താഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വീതി കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 3 ഇഞ്ച് മുകളിലേക്ക് നമുക്കിതുപോലെ മെയിൻ ക്ലോത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്ത് വെക്കാൻ വേണ്ടിയിട്ട് 10 ഇഞ്ച് നമ്മൾ കുറച്ചല്ലേ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ആ ഒരു 10 ഇഞ്ച് പിന്നെ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് ജോയിൻറ്റ് ചെയ്യാനും താഴെ ഫോൾഡ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടുള്ള 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 11 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സാരി ഇതുപോലെ 4ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്കിതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരെണ്ണം കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രണ്ടെണ്ണം നമുക്ക് ഒരു സൈഡിലേക്കുള്ളതാവും. പിന്നെ ഇതുപോലെ രണ്ടെണ്ണം കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ബാക്ക് സൈഡിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ മുകളിലായിട്ട് നമുക്കൊരു ലോങ് സ്റ്റിച്ച് കൊടുക്കണം. ഞൊറിവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലോങ് സ്റ്റിച്ച് കൊടുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ലോങ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ത്രെഡ് അടിയിൽ ഒരു ത്രെഡ് നമുക്കിതുപോലെ വലിച്ചു കൊടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ഞൊറിവിട്ട് ഇതുപോലെ എടുക്കാം. ഇതുപോലെ ഒരു ത്രെഡ് നമുക്കൊന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അറ്റം വരെയും ഞൊറിവിട്ടെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അല്ലാതെ ഞൊറിവിടുന്നതിനെക്കാട്ടിലും ഇതുപോലെ ലോങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ത്രെഡ് വലിച്ച് ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു ഞൊറിവുകളായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ രണ്ടറ്റത്തു നിന്നും ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബോട്ടത്തിൽ വെക്കാൻ എത്ര വേണോ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ഞൊറിവിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഞാൻ രണ്ടറ്റത്തു നിന്നും ഇങ്ങനെ ഞൊറിവിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കുർത്തിയുടെ ബോട്ടത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് താഴെ ഇതിൻ്റെ മുകളിലേക്ക് നല്ല വശത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലെ നിവർത്തിയിട്ടിട്ട് പതിച്ചൊരു സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഞൊറിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലൈനിങ് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈനിങ്ങും ഈ ഒരു സാരിയുടെ തുണിയും കൂടെ വെച്ചിട്ട് നമുക്ക് നെക്ക് ഒരുമിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. പിന്നെ ഈ ആം ഹോളിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഈ വേസ്റ്റിൻ്റെ അതുവരെ നമുക്ക് ഈ മെയിൻ ക്ലോത്ത് ലൈനിങ്ങും കൂടെ ഒരുമിച്ച് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം വേസ്റ്റിൻ്റെ അതുവരെ ഇതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടിൽ നമ്മൾ താഴത്തായിട്ട് ഞൊറിവിട്ട് കൊടുക്കുക. നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത അതേപോലെ തന്നെ ഇതുപോലെ ഞൊറിവിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ ലൈനിങ് വെച്ച് കൊടുക്കാം. ഇനി ഒരു 3 ഇഞ്ച് നമുക്ക് ഇതുപോലെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലൈനിങ്ങിലും മെയിൻ ക്ലോത്തിലും ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിൽ ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് നിവർത്തി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് ഇതുപോലെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് കൊടുത്തില്ലേ അവിടെ നിന്ന് ഈ ഒരു വി ഷേപ്പിൽ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ലൈനിങ് അകത്തേക്കാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. പിന്നെ നെക്കിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ അതുവരെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രണ്ട് പാർട്ടും കൂടെ വെച്ച് കൊടുക്കണം. നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് മുകളിൽ നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം.
ഇതുപോലെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ നമ്മൾ ബോട്ടത്തിൽ ചെയ്ത പോലെ തന്നെ നെക്കിലും ചെറുതായിട്ടൊരു ഫ്രില്ല് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സാരി ഇതുപോലെ മടക്കിയെടുക്കാം. ബാക്കിയുള്ള തുണിയില്ലേ ഇതിൽ നിന്ന് നമുക്കൊന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഞൊറിവുകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലോങ് സ്റ്റിച്ച് കൊടുത്തെടുക്കണം. പിന്നെ താഴത്തായിട്ട് നമുക്ക് ഡബിൾ ഫോൾഡ് കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മളിതുപോലെ ഞൊറിവിട്ടെടുത്തിട്ടുണ്ട്. താഴത്ത് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെക്കിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഓപ്പണിംഗ് കൊടുത്തില്ലേ അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഈ അറ്റം വരെ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെക്കാം. ഇനി നമുക്കിതൊന്ന് ക്രോസ് പീസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്രോസ് പീസ് എടുത്ത് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് വിട്ട് ഈ ഒരു അറ്റത്തു നിന്ന് നമുക്കൊരു 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ നെക്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഈ ഒരു അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ചുറ്റിനും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് വളഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന്. ഈ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു തുണിയിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ നമ്മൾ കൊടുത്ത ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം നമുക്ക് ഈ നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുത്ത തുണി ഇതുപോലെ പുറത്തേക്ക് നീക്കി വെക്കണം. എന്നിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്നാണ് കരുതുന്നത്. ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റത്തെത്തുമ്പോഴത്തേക്കും നമുക്കിത് അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ആ പുറത്തുള്ള ഒരു തുണിയിലേക്ക് നമുക്ക് സ്റ്റിച്ച് കൊള്ളാതെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലീവ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് സാരിയിൽ നിന്ന് നമുക്കിതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 17 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. അവിടെ നിന്ന് കൈയുടെ വണ്ണം 9 ഇഞ്ച് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോളിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് താഴെ സ്ലീവിൻ്റെ ബോട്ടത്തിൻ്റെ അവിടെ എത്രയാണോ വണ്ണം അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 5.5 ഇഞ്ചും പിന്നെ 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്ത് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഈ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കാം. കണ്ടോ, ഇതേപോലെ വരച്ചെടുക്കണം. ഇനി നിങ്ങൾ സ്ലീവിൽ ലൈനിങ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൽ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം മെയിൻ ക്ലോത്തിലും കൂടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാരിയിലല്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഷിഫോണിൽ അല്ലെങ്കിൽ ജോർജറ്റ് മെറ്റീരിയലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇവൻ കോട്ടൺ തുണിയിൽ വേണമെങ്കിലും നമുക്ക് ഇതേപോലത്തെ കുർത്തി ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ സ്ലീവിൻ്റെ നമുക്ക് ഫ്രണ്ട് ആം ഹോളിലൂടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല വശങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അറ്റം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ സ്ലീവ് കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ. എന്നിട്ട് ആ സെൻറ്റർ ഇതുപോലെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഷോൾഡറിൻ്റെ അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് 2 സ്ലീവും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക.
അപ്പോൾ ഇതുപോലെ വെച്ച് 2 സ്ലീവും ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ സ്ലീവും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഷേപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഷേപ്പ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഹിപ്പിൻ്റെ അതുവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തണം. ഇതേപോലെ ഷേപ്പ് ചെയ്ത് ഈ ഒരു ഹിപ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തുക. അതിനുശേഷം ഈ ഒരു ലൈനിങ് നമുക്ക് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കാം. എന്നിട്ട് മെയിൻ ക്ലോത്തിലൂടെ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കണം. ഇതുപോലെ മെയിൻ ക്ലോത്തിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അവിടെ ഒരു കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതകത്തേക്ക് മാറ്റിയിട്ട് ലൈനിങ്ങിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ മുന്നേ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ബോട്ടം കൂടെ ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മുടെ കുർത്തി ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്ത് വയ്ക്കാം. Okay, bye. Thank you.